ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് നൽകേണ്ട അഭിവാദ്യങ്ങളിൽ ഏറ്റവും നല്ല അഭിവാദ്യം സലാം ചൊല്ലലാണ്. സ്വഹീഹു അബൂദാവൂദ്, സ്വഹീഹു തുർമുദി എന്നീ ഹദീസ് അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ നിവേദനം ചെയ്യപ്പെട്ട വളരെ ശ്രദ്ധേയമായൊരു ഹദീസ്. അൻ ഇമ്രാൻ ബിനുൽ ഹുസൈനി റളിയല്ലാഹു അൻഹുമാ ഖാല, ഇമ്രാൻ ബിനുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസ്. ഇമ്രാൻ ബിനുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഫറദ്ദ അലൈഹി സുമ്മ ജലസ സുമ്മ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്റുൻ. നബി തങ്ങൾ ആ മനുഷ്യന് സലാം മടക്കി നബി തങ്ങൾ ഇരുന്നു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അശ്റുൻ, നിനക്ക് 10 കൂലിയുണ്ട്, 10 നന്മകൾ ചെയ്ത കൂലി നിനക്കുണ്ട്. സുമ്മ ജാഅ ആഖറു ഫഖാല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദ്യം വന്നയാൾ അസ്സലാമു അലൈക്കും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നാൽ രണ്ടാമത് വന്ന ആള് വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, റഹ്മത്തുള്ളാഹി എന്നൊരു വാക്കും കൂടി അദ്ദേഹം കൂട്ടി. ഫറദ്ദ അലൈഹി സുമ്മ ജലസ ഫഖാല ഇശ്റൂന. നബി തങ്ങൾ സലാം മടക്കിയിട്ട് ഇരുന്നു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, നിനക്ക് 20 പുണ്യങ്ങൾ ചെയ്ത കൂലിയുണ്ട്. ആദ്യത്തെ ആൾക്ക് 10 പുണ്യം ചെയ്ത കൂലിയുള്ളൂ, എന്നാൽ നിനക്ക് 20 പുണ്യങ്ങൾ ചെയ്ത കൂലിയുണ്ട്. സുമ്മ ജാഅ ആഖറുൻ ഫഖാല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ മൂന്നാമത് വന്നയാള് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ വറഹ്മത്തുള്ളാഹി എന്നൊരു വാക്കും കൂടി പറഞ്ഞു. പിന്നെ വബറകാതുഹു എന്നൊരു വാക്കും കൂടി പറഞ്ഞു. ഫറദ്ദ അലൈഹി ഫജലസ ഫഖാല സലാസൂന. നബി തങ്ങൾ സലാം മടക്കി എന്നിട്ട് ഇരുന്നു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, നിനക്ക് 30 കൂലിയുണ്ട്. വാക്കുകൾ കൂടുന്നതിനനുസരിച്ച് അവിടെ കൂലി കൂടി വരുന്നതായി നബി തങ്ങൾ പറഞ്ഞു. എന്നാൽ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, നാലാമതൊരാൾ കൂടി വന്നിട്ടുണ്ട്. അദ്ദേഹം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വമഗ്ഫിറതുഹു എന്നും കൂടി നാലാമതൊരാൾ വന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം നബി തങ്ങൾ നിനക്ക് 40 കൂലി, 40 പുണ്യങ്ങൾ ചെയ്ത കൂലിയുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്രേ. അതുകൊണ്ട് സലാം ചൊല്ലുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന ആ ചുരുങ്ങിയ വാക്ക് പറഞ്ഞ് നിർത്താതെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നും കൂടി പറയുമ്പോൾ 30 കൂലി നമുക്ക് ലഭിക്കുന്നു. ഇനി മറ്റൊരു ഹദീസിൻ്റെ പിന്തുണ കൂടി സ്വീകരിച്ചുകൊണ്ട് മഗ്ഫിറത്തുഹു എന്ന് കൂടി കൂട്ടിച്ചേർത്താൽ 40 പുണ്യങ്ങൾ ചെയ്ത കൂലി നമുക്ക് ലഭിക്കുകയാണ്. ഒരുപാട് പുണ്യങ്ങൾ ചെയ്യാനുള്ള സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.